അപ്പോൾ നമ്മുടെ പൊട്ടിയ കാട്ടൻ കോരി നമ്മൾ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൈ, അതായത് ഇതിൻ്റെ പിടി പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ കമഴ്ത്തി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് ഇതേപോലെയുള്ള വേസ്റ്റ് തുണിയാണ്. ഇത് നമ്മൾ ടൈലറിങ്ങിലൊക്കെ ബാക്കി വരുന്ന കട്ട് പീസാണ്. അപ്പോൾ ആ കട്ട് പീസ് ഇതിൻ്റെ പുറംഭാഗത്ത് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാട്ടൻ കോരി നമ്മൾ ഈ തുണിയിൽ ഇതേപോലെ ഒട്ടിച്ച് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ഭാഗത്ത് ഒട്ടിച്ചതിന് ശേഷം നമ്മളിത് തിരിച്ചു വെച്ചതിന് ശേഷം ഉൾഭാഗത്തേക്ക് നമ്മളത് മടക്കി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാട്ടൻ കോരി തുണിയിൽ നമ്മൾ ഇതേപോലെ പൊതിഞ്ഞെടുത്തു. ഇനി നമ്മൾ എടുക്കുന്നത് ഇതേപോലെ ഒരു പൊട്ടിയ പ്ലാസ്റ്റിക് പോട്ടിൻ്റെ ഒരു ചെറിയ പീസാണ്. അപ്പോൾ ഇത് നമുക്ക് തുണിയിൽ പൊതിഞ്ഞെടുക്കണം. അതിന് വേണ്ടി നമ്മൾ മറ്റൊരു തുണി എടുക്കുന്നുണ്ട്. ഈ തുണിയിൽ നമുക്ക് ആ പോട്ടിൻ്റെ പീസും പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ആ പോട്ടിൻ്റെ പീസ് തുണിയിൽ പൊതിഞ്ഞെടുത്തു. അതിന് ശേഷം ഇതിൻ്റെ പുറംഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ഇത് ഗം അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും ഗമ്മ് കൊടുത്തതിന് ശേഷം ഇതേപോലെ നമ്മളത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കാട്ടൻ കോരി അതേപോലെ തന്നെ പോട്ടിൻ്റെ പീസ് നമ്മൾ തുണിയിൽ പൊതിഞ്ഞ് ഇതേപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ എടുക്കുന്നത് ഇതേപോലെ ഒരു പെയിൻറ്റ് ബക്കറ്റിൻ്റെ മൂടിയാണ്. 10 ലിറ്റർ പെയിൻറ്റൊക്കെ വരുന്ന ബക്കറ്റിൻ്റെ മൂടിയാണ്. ഒരു കളഞ്ഞ ഒരു പഴയ മൂടിയാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ ഈ സൈഡ് ഭാഗം നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ ഈ മൂടിയുടെ സൈഡ് ഭാഗത്തിലായിട്ട് ഒരു ചെറിയ മൂടി വരുന്നുണ്ട്. ആ മൂടി നമ്മൾ ഊരി മാറ്റുന്നുണ്ട്, അയച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ ആ ചെറിയ മൂടി നമ്മൾ അയച്ച് മാറ്റി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം, ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തു. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മൂടി നമ്മൾ കളർ ചെയ്തെടുത്തു. അതിനുശേഷം 2 കണ്ണുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് തുണിയുടെ പീസിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. വൈറ്റും ബ്ലാക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ 2 കണ്ണുകളായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണുകളൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മുടെ കാട്ടൻ കോരി ഈ അടിഭാഗത്തും അതേപോലെ തന്നെ നമ്മുടെ മൂടി മുകൾ ഭാഗത്തും വരുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നടുഭാഗത്ത് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു പ്ലാസ്റ്റിക് പീസ് എടുത്തിട്ടുണ്ട്. അതിൽ ഗമ്മ് അപ്ലൈ ചെയ്ത് നമ്മൾ ഇതേപോലെ ഇത് രണ്ടും കൂടി നമ്മൾ ചേർത്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണുകളൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മുടെ ഈ മൂടിയുടെ നടുഭാഗത്ത് സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു ഹോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു ക്ലോക്കിൻ്റെ മെഷീനും അതേപോലെ അതിൻ്റെ സൂചികളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഈ നടുഭാഗത്ത്, ഈ മൂടിയുടെ നടുഭാഗത്തായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ക്ലോക്കിൻ്റെ മെഷീനും അതേപോലെ അതിൻ്റെ സൂചികളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ക്ലോക്ക് നന്നായിട്ട് ഓടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബോർഡറിൽ, അതായത് മൂടിയുടെ ബോർഡർ നമ്മൾ ബ്ലാക്ക് കളറ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മൂടിയുടെ ബോർഡർ നമ്മൾ ബ്ലാക്ക് കളർ ചെയ്തെടുത്തു. പിന്നെ കണ്ണുകൾ കൊടുത്തു. പിന്നെ നമ്മൾ സൂചി വരുന്ന, അതായത് 12, 3, 6, 9 വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം മുകൾ ഭാഗത്ത് നമ്മൾ മുത്തുകളും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ പോട്ടിൽ, അതായത് നമ്മുടെ അടിഭാഗത്ത് വരുന്ന പോട്ടിൽ നമ്മൾ ഇതേപോലെ ഫ്ലവറുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റ്? അടിപൊളിയല്ലേ നമ്മുടെ ക്ലോക്ക്? അപ്പോൾ നമ്മുടെ പൊട്ടിയ കാട്ടൻ കോരി സുന്ദരിയായിട്ടുള്ള ഒരു ക്ലോക്കായിട്ട് മാറിയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഈ ക്രാഫ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.